നമസ്കാരം. 2025 മാർച്ച് മാസത്തിൽ ഇന്ത്യയിലുടനീളം വിറ്റഴിച്ച ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ സെയിൽസ് നോക്കാം. 1,30,274 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് മാർച്ച് മാസത്തിൽ ഇന്ത്യയിലുടനീളം വിൽപ്പന നടത്തിയത്. മന്ത് ഓൺ മന്ത് സെയിൽസ്, അതായത് ഫെബ്രുവരി മാസത്തെ മൊത്തം വിൽപ്പനയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ 74% മികച്ച വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ മാസത്തെ വിൽപ്പനയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ 7% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൈനറ്റിക് ഗ്രീൻ ആണ് 10ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 9ാം സ്ഥാനത്തായിരുന്നു. ഫെബ്രുവരിയിൽ 765 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച കൈനറ്റിക് ഗ്രീന് മാർച്ചിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 842 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 10% വളർച്ച കൈവരിക്കാൻ സാധിച്ചപ്പോൾ വാർഷിക വിൽപ്പനയിൽ 78% വലിയൊരു ഇടിവാണ് നേരിട്ടിരിക്കുന്നത്. റിവോൾട്ട് മോട്ടോഴ്സ് ആണ് 9ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 10ാം സ്ഥാനത്തായിരുന്നു. ഫെബ്രുവരിയിൽ 760 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവോൾട്ടിന് മാർച്ചിൽ 1395 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 83%-യും വാർഷിക വിൽപ്പനയിൽ 134%-യും വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ റിവോൾട്ടിന് സാധിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തെ വിൽപ്പനയിൽ 7ാം സ്ഥാനത്തുണ്ടായിരുന്ന പ്യുർ EV മാർച്ച് മാസത്തെ വിൽപ്പനയിൽ 8ാം സ്ഥാനത്താണുള്ളത്. ഫെബ്രുവരി മാസത്തിൽ 1566 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച പ്യുർ EVക്ക് മാർച്ച് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1805 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 15% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ വാർഷിക വിൽപ്പനയിൽ 261% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ പ്യുർ EVക്ക് സാധിച്ചിട്ടുണ്ട്. ബിഗോസ് ആണ് 7ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 8ാം സ്ഥാനത്തായിരുന്നു. ഫെബ്രുവരിയിൽ 1218 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് മാർച്ചിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 2591 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 112% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ബിഗോസിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 16% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രീവ്സ് മൊബിലിറ്റിയാണ് 6ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ അവർ 5ാം സ്ഥാനത്തായിരുന്നു. ഫെബ്രുവരിയിൽ 3700 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് മാർച്ചിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 5641 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 52%-യും വാർഷിക വിൽപ്പനയിൽ 87%-യും വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ഗ്രീവ്സിന് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് 5 ലിസ്റ്റിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. കഴിഞ്ഞ തവണ 6ാം സ്ഥാനത്തുണ്ടായിരുന്ന ഹീറോ മോട്ടോകോർപ്പ് വീഡയാണ് ഇത്തവണ 5ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഫെബ്രുവരിയിൽ 2677 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിടയ്ക്ക് മാർച്ചിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 7977 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 197%-ന്റെ വളരെ മികച്ച വളർച്ചയാണ് കൈവരിക്കാൻ സാധിച്ചത്. അതേപോലെ വാർഷിക വിൽപ്പനയിലും 95%-ന്റെ വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഏത്തർ ഒരു പടി താഴേക്ക് ഇറങ്ങി ഇത്തവണത്തെ വിൽപ്പനയിൽ 4ാം സ്ഥാനത്താണുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 3ാം സ്ഥാനത്തായിരുന്നു. ഫെബ്രുവരിയിൽ 11,788 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏത്തറിന് മാർച്ചിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 15,446 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 31%-ന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ഏത്തറിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ വാർഷിക വിൽപ്പനയിൽ 11%-ന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓലയാണ് 3ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 4ാം സ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരി മാസത്തെ വിൽപ്പനയിൽ ഓലയുടെ സെയിൽസ് കുത്തനെ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പലരും പറഞ്ഞിരുന്നത് ഓല ഇനി മുന്നോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്. പക്ഷേ ഇപ്പം ഓല വളരെ, അതായത് പൂർവാധികം ശക്തിയോടുകൂടിയാണ് ഓല തിരിച്ചു വന്നിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ 8647 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് മാർച്ച് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 23,430 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 170%-ന്റെ വളരെ മികച്ച വളർച്ചയാണ് ഓല കൈവരിച്ചിരിക്കുന്നത്. പക്ഷെ വാർഷിക വിൽപ്പനയിൽ 56%-ന്റെ വലിയൊരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. TVS iQube 2ാം സ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത്. ഫെബ്രുവരിയിൽ 18,746 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച TVS iQubeന് മാർച്ചിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 30,453 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 62%-ന്റെ വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ TVSന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ വാർഷിക വിൽപ്പനയിലും 14%-ന്റെ വളർച്ച കൈവരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ബജാജ് ചേതക്കാണ് വിൽപ്പനയിൽ 1ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 1ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഫെബ്രുവരിയിൽ 21,335 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബജാജ് ചേതക്കിന് മാർച്ചിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 34,863 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 63%-ന്റെയും വാർഷിക വിൽപ്പനയിൽ 92%-ന്റെയും വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ബജാജ് ചേതക്കിനും സാധിച്ചിട്ടുണ്ട്. ഈ മാർച്ച് മാസത്തെ വിൽപ്പനയിൽ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഈ പറഞ്ഞ 10 കമ്പനികളുടെയും വിൽപ്പന മുകളോട്ടാണ് പോയിരിക്കുന്നത്. ഒരു കമ്പനിയുടെയും പോലും വിൽപ്പന താഴോട്ട് വന്നിട്ടില്ല. മാത്രമല്ല, നമ്മൾ ഇനിയും ഒരു 3-4 കമ്പനികളുടെ സെയിൽസും കൂടി പറയാൻ പോകുന്നുണ്ട്. അവരും സെയിൽസിൽ മുകളോട്ടാണ് പോയിരിക്കുന്നത്. സിമ്പിൾ വൺ, റിവർ ഇന്ത്യ, ഓപ്പൺ റോർ, അൾട്രാ വയലറ്റ് ഇവരുടെ സെയിൽസും കൂടി നമുക്ക് നോക്കാം.
ഫെബ്രുവരിയിൽ 198 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച സിമ്പിൾ വണ്ണിന് മാർച്ചിൽ 342 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 72% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ റിവർ ഇന്ത്യയും നല്ല വിൽപ്പനയാണ് നടത്തിയിരിക്കുന്നത്. ഫെബ്രുവരിയിൽ 561 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവർ ഇന്ത്യക്ക് മാർച്ചിൽ 705 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 25% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിൽ 196 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓപ്പൺ റോറിന് മാർച്ചിൽ 236 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 20% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ ഫെബ്രുവരിയിൽ 45 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച അൾട്രാ വയലറ്റിന് മാർച്ചിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 49 ബൈക്കുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 8% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് 2026 അൾട്രാ വയലറ്റിൻ്റെ ടെസറാക്ട് എന്ന് പറഞ്ഞ സ്കൂട്ടർ ഡെലിവറി തുടങ്ങുന്നതോട് കൂടിയിട്ട് ടോപ്പ് 10 ലിസ്റ്റിൽ അൾട്രാ വയലറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. ഈ സെയിൽസ് റിപ്പോർട്ടിൻ്റെ എല്ലാ ഡേറ്റയും ഞാൻ എടുത്തിരിക്കുന്നത് വാഹൻ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ നമ്മളുടെ ഓരോ കമ്പനിയുടെയും മാസത്തിലുള്ള വിൽപ്പനയുടെ കണക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞ വണ്ടികൾ ഇത് മാത്രമാണ് കേട്ടോ. അതേപോലെ നിങ്ങൾ ഈ വാഹൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ ഒരു ഡാറ്റ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ആദ്യത്തെ ഒരു 3-4 ദിവസം ഇവർ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും അത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.